ശ്രീ സുഭാഷ് ബാബു, കഴിഞ്ഞ തവണ ഇതുപോലെ സമാനമായതല്ല, ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് വീട്ടുകാർ ഉറപ്പ് നൽകിയിരുന്നു അത്രേ പോലീസിന് മാനസിക രോഗ ചികിത്സ നൽകും എന്നുള്ളത്. അപ്പോൾ ആ ഉറപ്പിന്മേൽ ഈ അക്രമത്തിനിരയായത് ആരാണോ അവരോടും കൂടി ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് സംസാരിച്ച് പറഞ്ഞു വിട്ടതാണ് എന്നൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഒരു മനുഷ്യന്റെ ക്രിമിനൽ പശ്ചാത്തലം എത്രയുണ്ട്, അയാളുടെ ക്രൈം ചെയ്യാനുള്ള ത്വര എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലേ? പോലീസിന് അതിന് ട്രെയിൻഡ് ആയിരിക്കില്ലേ ഫോഴ്സ്? തീർച്ചയായിട്ടും ഇങ്ങനെ പരാതി വന്നു കഴിഞ്ഞാൽ മാനസിക പ്രശ്നമുള്ള ആളാണെങ്കിൽ പ്രാദേശികമായിട്ട് അന്വേഷിച്ച് അയൽവാസികളോടും ആ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ആളുകളോടും അവിടുത്തെ ജനപ്രതിനിധികളോടും ഒക്കെ അന്വേഷിച്ചതിന് ശേഷം പോലീസിനെ സംബന്ധിച്ചിട്ട് പോലീസ് എന്താ ചെയ്യേണ്ടത്, മെൻ്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം സെക്ഷൻ 100 പ്രകാരം അയാൾക്ക് തന്നെയും ഇയാളെ കൊണ്ട് ഈ മാനസിക പ്രശ്നം കൊണ്ട് അയാൾക്ക് സ്വന്തമായിട്ട് അപകടം ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റാൾക്ക് ആർക്കെങ്കിലും, അതായത് അത് പൊതുവിഭാഗത്തിലല്ല, അദ്ദേഹത്തിൻ്റെ അയൽവാസികളായപ്പോൾ പൊതുജനമായല്ലോ, പൊതുവിഭാഗത്തിലുള്ള ആളുകളോ ആർക്കായാലും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും അദ്ദേഹത്തിന് മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയനാക്കിയിരിക്കണം. അതിന് കൗൺസിലിംഗ് വേണമെങ്കിൽ കൗൺസിൽ കൊടുപ്പിക്കണം. അതൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പോലീസിന് അങ്ങനെ നിർദ്ദേശമുണ്ട്. കാരണം ഇത് ഇന്നും ഉണ്ടായതൊന്നുമല്ല. മെൻ്റൽ ഹെൽത്ത് ആക്ട് ഇപ്പോഴാണ് പ്രൊവിഷൻ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് പണ്ട് മുതലേ ഉണ്ട്. ലൂണസി ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടേ ഉണ്ട്. അത് പരിഷ്കരിച്ചപ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു പുതിയ പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, മെൻ്റൽ ഹെൽത്ത് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പണ്ടേ ഉള്ള സംവിധാനമാണ്. പണ്ടും ഇതേമാതിരി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടുകാരോട് പറയാം അവർ ചികിത്സിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്, സംവിധാനങ്ങൾക്കുണ്ട്. ഇപ്പം തന്നെ പോലീസിനെ കൂടാതെ ഇങ്ങനെ നാർക്കോട്ടിക്സ് അതേമാതിരി മയക്കുമരുന്ന് ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ നാട്ടുകാർക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ച് അവർക്ക് ഒഴിയാൻ പറ്റില്ല. കാരണം ഇവനെ വിളിച്ച് ചോദിക്കാം, ഈ വ്യക്തിയെ വിളിച്ചിട്ട് അവിടെ ചോദിക്കാം. ചോദിച്ചതിന് ശേഷം അവർക്ക് കൗൺസിലിംഗ് വിധേയക്ക് അവർക്കൊക്കെ സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഒരുപാടെണ്ണം കാണുന്നില്ല. 4-5 പേരിൽ അവർക്ക് ഈ കൗൺസിലിംഗ് സംവിധാനമോ മറ്റ് ട്രീറ്റ്മെൻറ്റിന് നിർബന്ധിച്ച് അയക്കണമെങ്കിൽ പോലീസിന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ വീട്ടുകാരിങ്ങനെ നിർബന്ധമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അയച്ച് ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസിന് തന്നെ ഇതിനകത്ത് നടപടി സ്വീകരിക്കണം. പോലീസിനെ സംബന്ധിച്ച് പോലീസ് ഒരു റിപ്പോർട്ട് എഴുതിയിട്ട് കോടതിയിൽ കൊടുത്തതിന് ശേഷം ഈ മനുഷ്യനെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുക. അടലിൽ കൊടുത്തതിന് ശേഷം അവിടുന്ന് ഒരു ഉത്തരവ് വരും. അത് കോടതി അത് പരിശോധിക്കും. ഇയാൾ ശരിക്കും ഇതേമാതിരിയുള്ള വ്യക്തിയാണോ എന്നൊക്കെ നോക്കി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയതിന് ശേഷം ഈ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ കോടതിയിലേക്ക് നേരിട്ട് മജിസ്ട്രേറ്റാണ് അയക്കുന്നത്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അതായത് അത് അയച്ചു കഴിഞ്ഞാൽ പോലീസിന് തന്നെ നേരിട്ട് അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഹോസ്പിറ്റലുകാരെന്തേലും തരികട ചിലപ്പോൾ പറയുന്നതെന്നറിയോ, ബന്ധുക്കളുള്ള ആളാണെങ്കിൽ ബന്ധുക്കൾ കൊണ്ടുവരണം എന്ന് പറയുന്നത് അത് അവർക്ക് പറയാൻ അധികാരമൊന്നുമില്ല. പക്ഷേ ഇങ്ങനൊരു തക്കടി അവർ പറയും. പക്ഷേ അതിനൊക്കെ മാറ്റമാണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയും ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് 50 കൊല്ലം മുമ്പ് എനിക്ക് ഇവിടുത്തെ ഒരു പ്രശസ്തനായ ഒരു ഇംഗ്ലണ്ടിൽ ജോലി ചെയ്തൊരു ഡോക്ടർ കോഴിക്കോട് എന്നൊരു ഹോസ്പിറ്റൽ തുടങ്ങി. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, ഇവിടെ ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള മെഡിസിനെ മറ്റേന്നൊക്കെ പറഞ്ഞല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്, നേരെ മറിച്ച് ഇംഗ്ലണ്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ബെഡുള്ളത് എന്തിനാണെന്നറിയും, ഇതേമാതിരി മാനസിക രോഗികൾക്കുള്ള പ്രശ്നമാണ്, അതാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതിശയിച്ചു പോയെന്ന്. അപ്പം ഇത് നമ്മുടെ അവസ്ഥയായ രീതിയിലായിരിക്കുന്നു. ഇത് സ്വന്തമായിട്ട് മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് കൊണ്ട് അതോടെ തന്നെ ഇതേമാതിരി എനിക്ക് ഭ്രാന്തുണ്ട്, ഭ്രാന്താകാൻ വേണ്ടിയിട്ട് തന്നെ മരുന്ന് കഴിച്ചിട്ട് ഭ്രാന്താകുന്ന ഒരുപാട് ഭ്രാന്തന്മാരുണ്ട് ഇവിടെ. നമ്മുടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ തന്നെ കുട്ടികൾ സ്കൂളിൽ കോളേജുകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് സംവിധാനം ഇതെടുത്തില്ലെങ്കിൽ ഈ സമൂഹം മുഴുവൻ ഒറ്റ അടിക്ക് നശിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്? പരാതി പറയാൻ പോലും ആളുകൾക്ക് പേടിയാണ്. കാരണം എന്താ പറയുക, അവർക്ക് സംരക്ഷണമില്ല. അവർക്ക് എപ്പോഴാണ് ഈ ക്രിമിനലുടെ മർദ്ദനമോ മറ്റു രീതിയിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഭീഷണിയോ ഉണ്ടാകുന്നതെന്ന് അവർക്ക് പോലും ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സംവിധാനമൊക്കെ ഉണ്ട്, നിയമമുണ്ട്, നടപടിക്രമമുണ്ട്. പക്ഷേ അത് ചെയ്യുന്നില്ലെന്നോ ചെയ്യാതിരിക്കുന്ന ആളുകളെ കൊണ്ട് ചെയ്യിക്കാനോ സംവിധാനങ്ങളില്ല. കാരണം ഇതിനൊരു അക്കൗണ്ടബിലിറ്റി പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് സംബന്ധിച്ചുള്ള ഈ കേസിൽ ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കട്ടെ. പോലീസിൻ്റെ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നോ? പോലീസ് എന്ത് നടപടിയെടുത്തു? നടപടിയെടുത്തിട്ട് പോലീസിൻ്റെ ഇതിൻ്റെ രീതിയിൽ ഇതിൻ്റെ റിസൾട്ട് ഫോളോ അപ്പ് എടുത്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? ആരാണ് ചെയ്യാതിരുന്നതെന്നോ ഒരു അക്കൗണ്ടബിലിറ്റി അതില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ പറയാം അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാ മറിച്ച്, അതൊന്നും പറയാൻ പറ്റില്ല. പോലീസിൻ്റെ അടുത്തൊരു കംപ്ലയിൻറ്റ്, ഏത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും അതിന് പരിഹാരം കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം, നിയമപരമായ ബാധ്യത ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്രമേൽ ക്രൂരമായ ഒരു സംഭവ വികാസം ഉണ്ടായി. ഈ വീട്ടുകാർക്ക് ഇനി എത്ര പേടിയുണ്ടായിരുന്നുവെങ്കിലും, അവരെത്ര ഭീഷണി നേരിട്ടിരുന്നുവെങ്കിലും
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാണല്ലോ നമ്മൾ ഇതൊക്കെ പറയുന്നത്. അതിനു മുൻപ് ശരി, ഒരു ഗേറ്റ് ചവിട്ടിപ്പൊളിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ വാതിൽ വന്ന് തട്ടിയതിന്റെ പേരിൽ ഒരാളെ പിടിച്ച് എല്ലാ കാലത്തേക്കും ഈ സെല്ലിലിടാൻ കഴിയില്ല. കുറച്ച് നാളത്തേക്ക് ഇനി പോട്ടെ, കുറച്ച് നാളത്തേക്ക് പോലീസ് പിടിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കാം, മറ്റെന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് തിരിച്ചു വരും. ഇത് ഇത്രയും ബ്രൂട്ടലായ ഒരു ക്രൈം വരുമ്പോൾ മാത്രമാണല്ലോ ഇയാളെ പുറത്തുവിടാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിൽ നിയമത്തിന് അത് അഡ്രസ് ചെയ്യാൻ കഴിയുന്നത്. അതുവരെ ഈ തീക്ഷ്ണതയോടെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇയാളെ പിടിച്ച് പൂട്ടിയിടാനൊന്നും പറ്റില്ലല്ലോ. മാനസിക രോഗികളെ എങ്ങനെ ചെയ്യണമെന്നാണ് നിയമം പറയുന്നത്. ഞാൻ പറയുന്നതല്ലോ, നിയമം പറയുന്നത് അവരെ ഇങ്ങനെ സമൂഹത്തിന് സ്വന്തമായിട്ടുള്ള അപകടം. പക്ഷെ ഇപ്പൊ പോലീസ് പറയുന്ന മാനസിക രോഗമില്ല എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണമായി ഇപ്പോൾ വരുന്നത്, ശ്രീ സുഭാഷ് ബാബു. അപ്പോ ഇതിലൊരു ഈ ക്രിമിനൽ മനോഭാവമാണോ അതോ മാനസിക പ്രശ്നമാണോ കൂടുതലായി നിൽക്കുന്നത് എന്നറിയില്ല നമുക്ക്. അതെ, മനോഭാവമാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒന്നാം തരം ക്രിമിനലാണ്, സാമൂഹ്യ ദ്രോഹിയാണ്. സാമൂഹ്യ ദ്രോഹികളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കാപ്പ പ്രകാരം പിടിച്ചകത്തിട്ടൂടെ ഇദ്ദേഹത്തിനെ, അല്ലെങ്കിൽ നാട് കടത്തിക്കൂടെ? അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സെക്യൂരിറ്റി നടപടികൾ എടുത്തുകൂടെ? സൽസഭ ഉറപ്പുവരുത്താൻ വേണ്ടി ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യിച്ചുകൂടെ? ഇല്ലേ? അപ്പോൾ ഇതൊന്നും ചെയ്യാതിരുന്നതിന് ശേഷം അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണെന്ന് പറയാൻ പറ്റില്ല. അവരൊരു ന്യായീകരണമല്ല, അംഗീകരിക്കരുത് സമൂഹം. അത് ന്യായീകരിക്കാനുള്ള രീതിയിൽ അത് പോലീസ് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പോലീസ് അങ്ങനെ പറയാൻ അധികാരമില്ല. പോലീസ് ചെയ്യേണ്ട നടപടികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒഴിവ് കഴിവെന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഷയിലില്ല. പോലീസിൻ്റെ പാട്ടിൽ ഓരോ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമപരമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് ചെയ്തിരിക്കണം. അതിന് ഒഴിവഴി പറയാൻ പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവേസീവ്നെസ് അല്ലെങ്കിൽ പിന്നെ ഷർക്കിംഗ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെയാണ് പോലീസിൻ്റെ ഭാഷ. അത് ചെയ്യുന്നത് കുറ്റമാണ് പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടക്ക നടപടിയെടുക്കാം, അദ്ദേഹത്തിന് കറക്ഷണൽ രീതിയിലുള്ള മറ്റ് താക്കീതുകളൊക്കെ കൊടുക്കാം, അതൊക്കെ രേഖപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്കിൽ. ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണ്? കൃത്യമായി പോലീസുകാർ ഇടപെട്ട് ഓരോ കാര്യങ്ങളിൽ പരിഹാരം കണ്ടിരിക്കണം. അല്ലാണ്ട് അത് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി മറ്റൊരു ഇനി സ്വാധീനങ്ങളുണ്ടായി എന്ന് പോലും പറയാൻ പോലീസിന് അധികാരമില്ല, അറിയുമല്ലോ. സ്വാധീനങ്ങൾക്ക് അതീതമായി പ്രവർത്തിച്ചോണം. അങ്ങനെയൊക്കെ സ്വാധീനത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാലും അത് മറികടന്ന് ചെയ്യാനുള്ള ആർജവവും അതിന് ബാധ്യതയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെന്ന് തന്നെ നിയമം പറയുന്നു. സാധിക്കോ ഇല്ലയോ എന്നുള്ള രണ്ട് കാര്യം. പക്ഷേ അതുകൊണ്ട് സാധിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാതിരുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അതൊരു രക്ഷാവാദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അത് വീഴ്ചയാണെന്ന് തന്നെ പോലീസും അംഗീകരിക്കണം, സമൂഹം അന്വേഷിക്കണം. പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങൾ തീർച്ചയായിട്ടും ആ നിയമം മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടതാണ്. ഒരു കാര്യം ചോദിച്ചിരുന്നത് ഈ ചുറ്റുമുള്ള ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. അവർ നേരത്തെ ഈ പ്രശ്നം അവർക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് പ്രശ്നം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് പരിഹാരം എന്നുള്ളത് അതിനകത്ത് കാണാം. അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ആരുടെയെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ടൊരു പിന്നെ ഇതും റിപ്പോർട്ട് അതിനകത്ത് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആളുകൾ റിപ്ലൈ കൊടുക്കില്ലേ? അവർക്കറിയണമെന്നെങ്കിൽ അവരതിന് അത്രയും വലിയ ഗൗരവമായി വരുമെന്ന് അവർ ധരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്തായാലും ശരി, ഇങ്ങനെ പ്രശ്നമുള്ള ആളുകളെ ഏതെങ്കിലും രീതിയിൽ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പുറത്തേക്ക് അറിയിക്കാൻ ആളുകൾ ഇഷ്ടം പോലെ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളെ എനിക്ക് നിർദ്ദേശം കൊടുക്കും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് അതിനാണ് എല്ലാവരും ചെയ്യേണ്ടത്. ആർക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കുക. അവർ സ്വന്തം നെറ്റ് നോക്കി അവർക്ക് എടുക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുക. അപ്പോൾ ഇടപെടൽ വരും. ഈ പ്രശ്നത്തിന് ഇടപെടൽ വരുന്നില്ലെങ്കിൽ ഇതേമാതിരി സോഷ്യൽ മീഡിയ ഇതൊരു ഗൗരവമാക്കി എടുത്തിരുന്നെങ്കിൽ അപ്പം ഇത്രയുമല്ലേ ഉണ്ടായുള്ളൂ എന്ന നിലയ്ക്ക് നിസ്സാരവൽക്കരിച്ചാൽ കൊടുക്കേണ്ടി വരുന്ന വില എത്രയാണ് എന്ന് നമ്മളെ ജാഗരൂകരാക്കുന്ന തരത്തിലുള്ളൊരു സംഭവ വികാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും കുടുംബമായും നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ആളുകളുടെ ജീവനുമായും ഒക്കെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്.